ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധം അറിയിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വിവാദങ്ങൾ ഒഴിവാക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ശ്രമിച്ചില്ലെന്ന് ഉമ്മൻചാണ്ടി. പ്രധാനമന്ത്രിയുടെ ഓഫീസ് കാട്ടിയ തിരക്കും ജാഗ്രതയും സംശയകരമെന്ന് മന്ത്രി കെ സി ജോസഫ്. രമേശ് ചെന്നിത്തലയുടെ വിമർശത്തിൽ സഭാ നടപടികളിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിച്ച സ്പീക്കർ എൻ ശക്തൻ ഒത്തുതീർപ്പിന് വഴങ്ങി. മുഖ്യമന്ത്രി ഇടപെട്ടതിനെ തുടർന്ന് സ്പീക്കർ സഭയിലെത്തി. താനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ DGP ജേക്കബ് തോമസ് വീട്ടിലിരിക്കുമെന്ന് മന്ത്രി മഞ്ഞളാം കുഴിയാലി. BJP സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായില്ല. കുമ്മനം രാജശേഖരനെ പ്രസിഡന്റാക്കുന്നതിൽ ഭിന്നത. അന്തിമ തീരുമാനം അമിത് ഷായ്ക്ക് വിട്ടു. മുൻതൂക്കം കുമ്മനത്തിന് തന്നെ. ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞാലും രാജ്യത്ത് ഇന്ധനവില കുറയില്ല. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ കൂട്ടി. ഡൽഹിയിൽ വലിയ ഡീസൽ കാറുകൾക്കും SUV-കൾക്കും നിയന്ത്രണം ഏർപ്പെടുത്താൻ സുപ്രീം കോടതി ഉത്തരവ്. കൊല്ലത്ത് ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിലുള്ള പ്രതിഷേധം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ രേഖാമൂലം അറിയിച്ചതായി മന്ത്രി കെ സി ജോസഫ്. സംഘാടകർ ആവർത്തിച്ചാവശ്യപ്പെട്ടതനുസരിച്ചാണ് മുഖ്യമന്ത്രി പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് കാട്ടിയ തിരക്കും ജാഗ്രതയും സംശയകരമാണെന്നും കെ സി ജോസഫ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് തന്നെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയതിലുള്ള പ്രതിഷേധം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ രേഖാമൂലം അറിയിച്ചത്. കേരള ജനതയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഈ നടപടി. വിവാദങ്ങൾ ഒഴിവാക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കേണ്ടതായിരുന്നു. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ഇത്തരമൊരു സംഭവമുണ്ടായാൽ ഏത് രീതിയിലാവും പ്രതികരിക്കുകയെന്നും കത്തിൽ മുഖ്യമന്ത്രി ചോദിച്ചു. സംഘാടകർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കൊല്ലത്തെ പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നതെന്ന് മന്ത്രി കെ സി ജോസഫ് പറഞ്ഞു. മുഖ്യമന്ത്രി പങ്കെടുത്താൽ പ്രതിഷേധമുണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നുവെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന അവാസ്തവമാണ്. മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നാരാഞ്ഞ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പലവട്ടം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ ജാഗ്രതയും തിരക്കും സംശയമുളവാക്കുന്നതാണ്. PMOയിൽ നിന്ന് പലതവണ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെടുകയുണ്ടായി. മുഖ്യമന്ത്രി കൊല്ലത്ത് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതിന് PMOയിൽ നിന്ന് കാണിച്ച ആ ജാഗ്രതയും തിരക്കും സംശയകരമാണ്. ക്ഷണിച്ചതിനു ശേഷം പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ കാരണം വ്യക്തമാക്കാൻ വെള്ളാപ്പള്ളി ഇനിയെങ്കിലും തയ്യാറാകണമെന്നും കെ സി ജോസഫ് പറഞ്ഞു. പ്രധാനമന്ത്രി കേരളത്തിലുള്ളപ്പോൾ വിവാദങ്ങൾ വേണ്ടെന്ന് കരുതിയാണ് പ്രതികരിക്കാതിരുന്നതെന്ന് ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞു. അതിഥികളെ അവഹേളിക്കുന്ന പാരമ്പര്യം കേരളത്തിനില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മീഡിയ 1 തിരുവനന്തപുരം. ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് സ്പെഷ്യൽ എഡിഷനിൽ എന്റെ അതിഥികളായി എത്തിയിട്ടുള്ളത് കോൺഗ്രസിന്റെ AA ഷുക്കൂർ തിരുവനന്തപുരത്ത്, CPM-ന്റെ AN ഷംസീർ കണ്ണൂരിൽ, BJP-യുടെ B ഗോപാലകൃഷ്ണൻ തൃശൂരിൽ, ഒപ്പം മുൻ ചീഫ് സെക്രട്ടറി M വിജയൻ ഉണ്ണി തിരുവനന്തപുരത്തും. ശ്രീ AA ഷുക്കൂർ, ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിലുള്ള പ്രതിഷേധം ഇന്നലെ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ അറിയിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ AA ഷുക്കൂർ എനിക്ക് താങ്കളോട് ആദ്യമായി ചോദിക്കാനുള്ളത്. ശ്രീ ഷുക്കൂർ, താങ്കൾ ഈ കത്ത് വായിച്ചപ്പോൾ അതിൽ നിന്ന് താങ്കൾ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ദൗർഭാഗ്യകരമായ സംഭവത്തിന് ഉത്തരവാദികൾ ആരാണെന്നും കാരണക്കാരാരാണെന്നും കാരണം എന്താണെന്നും വ്യക്തമാക്കുന്നതാണോ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത്? അതല്ല അദ്ദേഹത്തിന്റെ പ്രതിഷേധം കേരള ജനത അപമാനിക്കപ്പെട്ടു തുടങ്ങിയുള്ള വികാരം അറിയിക്കൽ മാത്രമാണോ ഈ കത്തിന്റെ ഉള്ളടക്കത്തിലുള്ളത്? ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലും ഗൗരവത്തിലും തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഒരു കത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. ഇത് ഇവിടെ സംഘപരിവാറിൻ്റെ BJP-യുടെ താൽപ്പര്യം വെള്ളാപ്പള്ളിയിലൂടെ തന്നെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇവിടെ നടന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഏതായാലും SNDP യോഗം എന്ന് പറയുന്ന മഹത്തായ സംഘടനയുടെ അതിൻ്റെ കീഴിൽ SN ട്രസ്റ്റിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ആർ ശങ്കർ പ്രതിമ അനാച്ഛാദനം. ഒരു മുഖ്യമന്ത്രി അതിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള നിഗൂഢമായ ഒരാഗ്രഹം അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അല്ലെങ്കിൽ സംഘപരിവാറിന് BJP-ക്കുണ്ടായി. നമുക്കറിയാമല്ലോ, ഇന്ന് നമ്മുടെ രാജ്യത്ത് എവിടെയൊക്കെ ഏതെല്ലാം തരത്തിൽ കെജ്രിവാളിൻ്റെ ഓഫീസിന് നേരെ, അതുപോലെ ഏതെല്ലാം സംഭവങ്ങൾ, എത്രയോ റെയ്ഡുകൾ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ പാർട്ടിയും ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ്
അതിൻ്റെ അർത്ഥത്തിൽ ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ശുക്കൂർ, താങ്കൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് BJPയുടെ രാഷ്ട്രീയമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഒഴിവാക്കപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്ന ഏത് ഭാഗമാണ് ഈ കത്തിലുള്ളത്, ഈ 2 പേജുള്ള കത്തിലുള്ളത്? അത് നമുക്ക് മനസ്സിലാവുമല്ലോ. കാരണം ഇതിൻ്റെ പിന്നിൽ എന്താ? ആർ ശങ്കർ എന്ന് പറയുന്ന മഹാനായ കോൺഗ്രസ് നേതാവ് എന്തെല്ലാമാണ് അതിനുവേണ്ടി പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന. ആർ ശങ്കർ RSSന്റെ ഭാഗമായിരുന്നു. ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനത്തിന് അദ്ദേഹം ആർ ശങ്കറും മന്നത്ത് പത്മനാഭനവർകളും ചേർന്ന് ഉണ്ടാക്കിയ സംഘടന. അതിന് ആരുടെയൊക്കെ പേരാ പറഞ്ഞത്? ഏതൊക്കെ തരത്തിൽ അത് ആ സംഘടനയിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ ആർ ശങ്കർ നമ്മുടെ മുന്നിലുണ്ട്. ഒരു ഒറ്റ മിനിറ്റ് ശ്രീ ശുക്കൂർ, താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി നമ്മൾ ഇതുപോലെ തന്നെ 9 മണിയുടെ ചർച്ചകളിൽ വിവിധ ചാനലുകളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. എൻ്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ഇന്നിപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ 15-ാം തീയതി ഡേറ്റഡ് ആയിട്ടുള്ള ഈ കത്തിൽ എന്താണ് മുഖ്യമന്ത്രി പറയാൻ ഉദ്ദേശിച്ചത്? അദ്ദേഹം അപമാനിക്കപ്പെട്ടു എന്നാണോ? അദ്ദേഹത്തിന് ഈ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിനുള്ള യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും എൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്നാണോ? അതല്ല പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ച 2 പേരുടെ കാര്യങ്ങളിൽ ഞാൻ വ്യക്തത വരുത്തുന്നു എന്നാണോ? അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ഇതിൽ പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, രാഷ്ട്രീയമായ ദുരുദ്ദേശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കുന്ന ഏതു ഭാഗമാണ് ഈ കത്തിലുള്ളത്? ഈ കത്തിന് പുറമെയുള്ള വ്യാഖ്യാനങ്ങളെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. മറ്റൊന്നുകൂടി, ശ്രീ KC ജോസഫ് ഇന്ന് പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനാവശ്യമായൊരു തിടുക്കം ഉണ്ടായി എന്ന് സംശയിക്കുന്നുവെന്ന്. എന്ത് അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്? ഇത് വ്യക്തമല്ലേ? ഇത് ഒരു വർഷത്തിന് മുമ്പ് ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വന്ന് കണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് കത്ത് കൊടുക്കുന്നു. അത് മുഖ്യമന്ത്രി അയക്കുന്നു. അതിനെ തുടർന്ന് ഡേറ്റകൾ ലഭിക്കുന്നു. അതിനെ തുടർന്ന് മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പേര് കൊത്തിയ കല്ല് വയ്ക്കുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഇതെല്ലാം തകിടമറിയുകയാണ്. എവിടെ നിന്നുണ്ടാവും? ആരാണ് ഇതിൻ്റെ പിന്നിൽ? വളരെ വ്യക്തമല്ലേ? അതിനിടയിലാണ് ബഹുമാനപ്പെട്ട SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരും പറയുകയും ചെയ്തു, ഞങ്ങൾ ചെന്ന് ക്ഷണിച്ചു, ഇതാ വന്നിരിക്കുന്നു. അപ്പോൾ ആ കൂടിക്കാഴ്ച, അതിൻ്റെ പിന്നിലെ പ്രവർത്തനം, ഇതെല്ലാം നിഗൂഢമാണ്, വളരെ വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ B ഗോപാലകൃഷ്ണൻ, ശ്രീ A ശുക്കൂർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ താങ്കളോട് ചോദിക്കുന്നില്ല. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ചോദ്യങ്ങൾ. ഒന്ന്, പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചു കേന്ദ്രമന്ത്രിമാർ. അതിന്റെ കാരണം മുഖ്യമന്ത്രി പറയുന്നു. അത് അദ്ദേഹം വ്യക്തമാക്കുന്നത് എനിക്ക് അസൗകര്യമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്ന് അറിയിച്ചു എന്നതാണ് രാജീവ് പ്രതാപ് റൂഡി പാർലമെന്റിനെ അറിയിച്ചത്. രാജ്നാഥ് സിംഗും രാജീവ് പ്രതാപ് റൂഡിയും പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഇനി ക്ഷണിക്കപ്പെട്ടതിന് ശേഷം, നോട്ടീസിൽ പേരടിച്ചതിന് ശേഷം, പരസ്യമായി പ്രഖ്യാപിച്ചതിന് ശേഷം തന്നോട് ചടങ്ങിൽ വരണ്ട എന്ന് പറഞ്ഞതിന് പിന്നിൽ വെള്ളാപ്പള്ളി നടേശൻ ഇതുപോലൊരു തീരുമാനമെടുത്തതിന് പിന്നിൽ ചില അൺനോൺ റീസൺസ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാരണങ്ങളുണ്ട്. ശ്രീ KC ജോസഫ് പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിരന്തരം അന്വേഷണം ഉണ്ടായത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണോ എന്ന തരത്തിൽ സംശയിക്കപ്പെടേണ്ടതാണെന്നാണ്. ഈ 3 കാര്യങ്ങളായാലും ഇതിന് പിന്നിൽ BJPയുടെ രാഷ്ട്രീയം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. എന്തിന് പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചു? എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിരന്തരം എൻക്വയറീസ് ഉണ്ടായി? എന്തുകൊണ്ട് ഇതുപോലൊരു സംഭവത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നടപടിയെടുത്തില്ല? ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ശ്രീ B ഗോപാലകൃഷ്ണൻ, നിങ്ങൾ ഷുക്കൂറിന്റെ കാര്യം എന്നോട് പറഞ്ഞില്ലെങ്കിലും നാട്ടുകാർ കേട്ടതാണല്ലോ. അതുകൊണ്ട് ഷുക്കൂറിനോടൊരു കാര്യം പറയാനുള്ളത്, ആന എന്ന് പറയുമ്പോൾ ചേന എന്നുത്തരം പറയരുത്. ആർ ശങ്കർ RSSന്റെ സ്വാധീനത്തിൽ ആർ ശങ്കർ RSS ശാഖയിൽ വന്നിരുന്ന ആൾ തന്നെയാണ്. ഇനി കൂടുതൽ താങ്കൾ അത് പറഞ്ഞാൽ ഞാൻ ബാക്കി കോൺഗ്രസ് നേതാക്കന്മാരുടെയും പേര് വെളിയിലേക്ക് വിടും. ആർ ശങ്കർ KPCCയുടെ മുൻ അധ്യക്ഷനും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്നു, കേരളത്തിന്റെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുമായിരുന്നു. ചരിത്രം ഞാനത് അതെ, അതൊക്കെ മനസ്സിലാക്കാം. അതിനോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങൾ കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പം അതിലേക്ക് കടക്കുന്നില്ല. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുകയാണ്. മിസ്റ്റർ ഗോപികൃഷ്ണൻ എന്തിനാണ് കത്തയക്കുന്നത്? മുഖ്യമന്ത്രി വിലാപത്തോടെയുള്ള കത്തെന്തിനാ അയക്കുന്നത്? മുഖ്യമന്ത്രി വിലാപത്തോടെ കത്തയക്കുകയല്ല ചെയ്യേണ്ടത്. പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചുവെങ്കിൽ
ഈ ഷുക്കൂറിന്റെ പാർട്ടിയുടെ ആളുകൾ 10-45 ആൾക്കാർ അവിടെ ഇല്ലേ? അവരോട് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ പറ. അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമല്ലോ. പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ കത്തിന്റെ പോലും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. TP വിജയകുമാർ, സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെന്റ്, സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ കത്താണ് രാജീവ് പ്രതാപ് റൂഡി പാർലമെന്റിൽ വെച്ചത്. ആ കത്തിൽ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനം അറിയിക്കുന്നു എന്നതിനപ്പുറത്ത് ഒരു ഇൻകൺവീനിയൻസ്, ഒരു അസൗകര്യം മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളമാണ് പാർലമെന്റിൽ. സുഹൃത്തെ, ഞാൻ പറഞ്ഞല്ലോ ഗോപികൃഷ്ണ, പച്ചക്കള്ളമാണോ നല്ല കള്ളമാണോ എന്ന് നിങ്ങൾ അറിയണമെങ്കിൽ പച്ചക്കള്ളമാണെങ്കിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ പറ ഷുക്കൂറിനോട്. ഇത് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. പാർലമെന്റിൽ കോൺഗ്രസുകാർക്ക് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കുവാനുള്ള ആളുകൾ അവിടെയുണ്ട്. അവരത് ചെയ്യട്ടെ. അപ്പൊ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റും. അയച്ച പ്രോട്ടോകോൾ ഓഫീസർ അയച്ച കത്തിന്റെ കോപ്പിയുണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ. പ്രോട്ടോകോൾ ഓഫീസർ അയച്ച കത്തിന്റെ കോപ്പിയുണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ. പ്രോട്ടോകോൾ ഓഫീസർ TP വിജയകുമാർ അയച്ച കത്തിന്റെ കോപ്പിയുണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ. അത് തന്നെയാണ് ആ പ്രതാപ് റൂഡി ആ നോട്ടീസ് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട മന്ത്രി പാർലമെന്റിൽ പറഞ്ഞത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ആ കത്തിൽ എവിടെയാണ് മുഖ്യമന്ത്രിയുടെ അസൗകര്യം പറഞ്ഞിട്ടുള്ളത്? താങ്കളൊന്ന് വായിച്ചു കേൾപ്പിക്കാമോ? ആ കത്തിൽ എവിടെയാണ് മുഖ്യമന്ത്രിയുടെ അസൗകര്യം പറഞ്ഞിട്ടുള്ളത്? രാജീവ്, ഞാൻ വായിച്ചു തരാം. The Honorable Chief Minister of Kerala has conveyed the decision to the understand that he will not be attending the function. Please. Unveiling of statue of Sri R. Shankar, former Chief Minister of Kerala, scheduled to be held at SN College, Kollam on 15th December 2015, and paying respect to Sri Narayana Guru and planting of sapling at Shivagiri Mutt, Varkala on the same day, along with the Honorable Prime Minister of India. TP Vijayakumar, Special Secretary to the Government and State Protocol Officer. എന്നാണ് കത്ത്? This is the letter. എന്റെ ഗോപികൃഷ്ണൻ വായിച്ച കത്തിൽ തന്നെ ആ അസൗകര്യം പ്രകടമല്ലേ? അസൗകര്യം പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്നാണ് പ്രോട്ടോകോൾ ഓഫീസർ ഇത്തരം ഒരു കത്തയച്ചതെന്നാണ് വിശദീകരണം. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യുന്നു, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു സമ്മർദ്ദം ഉണ്ടായതിന്റെ തെളിവ് ഹാജരാക്കാൻ പറയേ. അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? ഒന്നുകിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായതിന്റെ തെളിവ് ഹാജരാക്കണം, അല്ലെങ്കിൽ പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കണം. അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കുവാനുള്ള ധാർമ്മികമായ അവകാശമുണ്ടെങ്കിൽ, ധാർമ്മികമായിട്ടുള്ള താല്പര്യമുണ്ടെങ്കിൽ ഷുക്കൂർ പറയട്ടെ. 10-45 ആൾക്കാരില്ലേ? ഏറ്റവും വലിയ തെറ്റാണ് പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളത്. ഏറ്റവും വലിയ തെറ്റാണ് ഗോപികൃഷ്ണ. അതുകൊണ്ട് അത് ഷുക്കൂറിന്റെ പാർട്ടി ചെയ്യാൻ പറയാം. 3 ദിവസം കഴിഞ്ഞില്ലേ? ഞാൻ ഒരു മിനിറ്റ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചുതരാം. സത്യമാണെന്നിട്ട് പറയൂ. അല്ലല്ല, ഒരു മിനിറ്റ് ഞാൻ വരാം. ശ്രീ വിജയൻ ഉണ്ണി സർ, ഈ പ്രധാനമന്ത്രിക്ക് അയച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കത്തിൽ സർ ഇതിനകത്ത് പറയുന്നത്, വെള്ളാപ്പള്ളി നടേശൻ informed me through Mr. K. Babu, Minister, that intelligence agencies have informed him that there will be some protest in the meeting if I attend the function. അതായത് ഇന്റലിജൻസ് നിന്നുള്ള രഹസ്യാന്വേഷണ വിവരമുണ്ട്. ഈ ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു കഴിഞ്ഞാൽ ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകും, കുഴപ്പങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് മുഖ്യമന്ത്രി പങ്കെടുക്കരുത്. 11-ാം തീയതി, 12-ാം തീയതി, 13-ാം തീയതി നിരന്തരം വെള്ളാപ്പള്ളി നടേശൻ ആദ്യം K. ബാബു വഴി പിന്നെ മുഖ്യമന്ത്രിയോട് നേരിട്ടും പറയുന്നു താങ്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കരുത്. ഈ കേന്ദ്ര ഇന്റലിജൻസിന്റെ വിവരങ്ങളെല്ലാം വെള്ളാപ്പള്ളി നടേശന് കിട്ടുമോ സർ? ഇതൊരു സെൻസ്, ഡസ് ഇറ്റ് മേക്ക് എനി സെൻസ് ഈ പറഞ്ഞ കാര്യങ്ങൾ? ശ്രീ വിജയനുണ്ണി, താങ്കൾക്ക് എന്നെ കേൾക്കാമോ? മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇന്റലിജൻസിന്റെ കാര്യം എന്നാണല്ലോ ഇപ്പോൾ വായിച്ചത്. അപ്പോൾ ആ സ്ഥിതിക്ക് അതിലിനി സംശയത്തിനൊന്നും അവകാശമില്ല. സംഗതി വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവമുള്ള ഒരു കാര്യം വന്നതുകൊണ്ട് തന്നെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചത്. ഇത്രയും ഗൗരവമുള്ള ഒരു വിവരമുള്ളത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതിൽ നിന്ന് അതിന് കാരണം വ്യക്തമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ ഇതിൽ വ്യക്തമായിട്ടുള്ള ഒരേ ഒരു സംഗതി എന്നാണ് ഇതേവരെയുള്ള ചർച്ചയിൽ എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ എനിക്ക് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും വ്യക്തമായില്ല ശ്രീ വിജയനോട്. ഇവിടെ ഇന്റലിജൻസിന്റെ വിവരമനുസരിച്ച് താങ്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു.
പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹം സ്റ്റേറ്റ് പോലീസ് ഇന്റലിജൻസിനോട് ചോദിക്കുന്നു അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു അത്തരത്തിലുള്ള റിപ്പോർട്ട് ഇല്ല. വെള്ളാപ്പള്ളി നടേശന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലൊരു സെൻസ് ഉണ്ടാക്കുന്നുണ്ടോ ശ്രീ വിജയൻ ഉണ്ണി? അല്ല, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിപ്പോൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇൻ്റലിജൻസും ഉണ്ട്, കേന്ദ്ര ഇൻ്റലിജൻസും ഉണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ തന്നെയായിരിക്കും വിവരങ്ങൾ ആത്യന്തികമായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് തരത്തിലുള്ള ഗവൺമെൻറ്റുകൾ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അധികാരത്തിലിരിക്കുമ്പോൾ രണ്ട് സ്ഥലത്തെ ഇൻ്റലിജൻസ് ഏജൻസീസിൻ്റെ പ്രവർത്തനവും ഉണ്ടാവും. ഇവിടെ വളരെ വ്യക്തമാണ് ഇത് കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ ആയിരിക്കാനിടയുള്ളൂ. കാരണം സ്റ്റേറ്റ് ഇൻ്റലിജൻസ് ആണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്, സംസ്ഥാന മുഖ്യമന്ത്രിക്കും മറ്റുള്ളവർക്ക് അതിനെപ്പറ്റി അറിയുമല്ലോ. പിന്നെ മറ്റൊരു കാര്യം, ഇവിടുത്തെ ഇൻ്റലിജൻസ് പല കാര്യങ്ങളും ഇപ്പോൾ ഇതെങ്ങനെ അറിയുന്നു എന്ന് ചോദിച്ചാൽ ഇൻ്റലിജൻസിൻ്റെ പല കാര്യങ്ങളും ഇപ്പോൾ ആദ്യം വരുന്നത് പത്രങ്ങളിലാണ്. അധികാരപ്പെട്ടവരെ അറിയുന്നതിനോ മുമ്പ് തന്നെ പത്രങ്ങളിൽ വന്ന് പൊതുജനങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ഉത്തരവാദപ്പെട്ട് പലരും അറിയുന്നത്. അതുകൊണ്ട് ഇൻ്റലിജൻസിൻ്റെ സീക്രസിയെ സംബന്ധിച്ച് നമ്മൾ പോയിട്ട് കാര്യമില്ല. പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഇൻ്റലിജൻസിൻ്റെ കാര്യമേ അല്ല പരാമർശിക്കുന്നത്. കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ വിവരങ്ങളായിരിക്കണം. അത് മുഖ്യമന്ത്രി തന്നെ ആധികാരികമായിട്ട് പറയുകയാണ്. അത് വെള്ളാപ്പള്ളി നടേശൻ്റെ ആ പരിപാടിയുടെ ഓർഗനൈസറാണ്, അറിയിക്കണമല്ലോ. എങ്കിലല്ലേ ഉദരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അതിലെ യാതൊരു അപാകതയും ഞാൻ കാണുന്നില്ല. അല്ല ശ്രീ വിജയനുണ്ണി, എനിക്ക് ഈ നടപടിക്രമങ്ങളിലെ എൻ്റെ അജ്ഞത മൂലമോ അവ്യക്തത മൂലമോ ആണ് ഞാൻ വീണ്ടും ഇത് ചോദിക്കുന്നത്. കേന്ദ്ര ഇൻ്റലിജൻസിന് ഈ തരത്തിലൊരു രഹസ്യാന്വേഷണ വിവരം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ അടുത്ത ഫോർമൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് സംസ്ഥാന ഇൻ്റലിജൻസിനെ അറിയിക്കുക എന്നുള്ളതല്ലേ? അതല്ല അതിൻ്റെ സംഘാടകൻ എന്ന നിലയിൽ വെള്ളാപ്പള്ളിയെ നേരിട്ട് അറിയിക്കുക എന്നുള്ളതാണോ അതിൻ്റെ ഏറ്റവും ഔദ്യോഗികമായ വഴി? അല്ല, കേന്ദ്ര ഇൻ്റലിജൻസ് അവരുടെ ചാനൽസിലേക്ക് അറിയിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഉത്തരവാദപ്പെട്ട അധികാരപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അറിയിച്ചിട്ടുണ്ടാവും. അവിടെ നിന്നായിരിക്കാം പിന്നീട് വെള്ളാപ്പള്ളിയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒക്കെ വിവരം കിട്ടുന്നത്. അതുകൊണ്ട് അതിലൊന്നും യാതൊരു അവ്യക്തതയുമില്ല, യാതൊരു പ്രശ്നങ്ങളുമില്ല നടപടിക്രമത്തെ സംബന്ധിച്ചിടത്തോളം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എൻ ഷംസീർ, മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ ക്ഷണിച്ചിട്ട് വരണ്ട എന്ന് പറഞ്ഞ സംഭവത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിലപാടും നീക്കങ്ങളുമാണ് നിങ്ങൾ നടത്തിയത്, CPM നടത്തിയത്. PK ഗുരുദാസൻ ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന് വെച്ചു. ഇത് കേരളത്തെ ആകെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് നിങ്ങൾ പ്രസ്താവന ഇറക്കി. നേതാക്കൾ അതിനോട് പ്രതികരിച്ചു. പക്ഷേ ഒടുവിൽ ശ്രീ പിണറായി വിജയൻ്റെ ഒരു പ്രസ്താവന വന്നത് ഇതെല്ലാം ഉമ്മൻചാണ്ടിയുടെ തിരക്കഥയിൽ തയ്യാറാക്കിയെടുത്ത ഒരു നാടകമാണെന്നാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വൈകി ഈ തരത്തിലൊരു നിലപാട് മാറ്റം ഉണ്ടായത്? ഇവിടെ ഗോപി, നിങ്ങളുടെ ചർച്ചയുടെ ടോപ്പിക് എന്താണ്? നിങ്ങളുടെ ചർച്ചയുടെ ടോപ്പിക്ക് വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടി നാടകമാണോ എന്നുള്ളതാണ്. നിങ്ങൾ പോലും ഇട്ടിരിക്കുന്ന ക്യാപ്ഷൻ അതാണ്, ഇത് വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടി നാടകമാണോ? നിങ്ങൾ പോലും അത്തൊരു ക്യാപ്ഷനിലേക്ക് എത്തിയത് ഇപ്പോഴാണ്. ഒരു ചോദ്യചിഹ്നം. സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ നമ്മളൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹൂവർ മേ ബി, ഉമ്മൻചാണ്ടിയോ വേറെ ആരും ആവട്ടെ, പക്ഷെ ഒരു സ്റ്റേറ്റിന്റെ CM-നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് വരാൻ പാടില്ല എന്ന് പറയാൻ എങ്ങനെയാണ് കേരളത്തിലെ ഈ ഒരു സാമുദായിക നേതാവിന് ധൈര്യം ലഭിച്ചത്? സ്വാഭാവികമായും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്, അത് മാത്രമാണ്. പക്ഷെ പിന്നീട് ഡെവലപ്മെന്റ്സ് വന്നതിന് ശേഷം നമുക്ക് ബോധ്യപ്പെടുന്നത് നിങ്ങളുടെ ക്യാപ്ഷനകത്തിട്ടിരിക്കുന്ന വാക്കുകൾ ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇവിടെ ന്യൂ മീഡിയ നോക്കിയാൽ ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ ഒരു പുതിയ പദം കൂടി ഇതോടുകൂടി വന്നിരിക്കുക, വെള്ളാപ്പള്ളിയുടെ ഒരു പുതിയ പദമാണ്. കാരണം ക്ഷണിക്കുക പിന്നെ തിരിച്ച് വരണ്ട എന്ന് പറയുക, അതുണ്ടായല്ലോ. അതുപോലെ എനിക്കറിയാനുള്ള ഒരു ആഗ്രഹം, ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, R. ശങ്കർ RSS ആയിരുന്നു, ഇനി എന്നെ കൊണ്ട് മറ്റു പേരുകൾ പറയിക്കണ്ട. ഗോപാലകൃഷ്ണനോട് വളരെ റെസ്പെക്ട്ഫുള്ളായി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. മറ്റ് പേരുകൾ ആരാണെന്ന് അറിയാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. ഞങ്ങൾ ഇക്കാലം അത്രയും ഉന്നയിച്ചിരുന്ന ആരോപണമുണ്ട്, കോൺഗ്രസിനകത്തുള്ളൊരു ചെറുവിഭാഗം ഖദറിനുള്ളിൽ കാക്കി ട്രൗസർ ഇടുന്നുണ്ട്. ഖദറിനുള്ളിൽ കാക്കി ട്രൗസർ ഇടുന്നവർ ആരാണെന്ന് പൊതുസമൂഹത്തിന് അറിയാൻ ആഗ്രഹമുണ്ട്. താങ്കൾ ഈ ചർച്ചയുടെ തലക്കെട്ട് താങ്കൾ വായിച്ചെടുത്തതിന് കീഴെ വരുന്നതല്ല താങ്കൾ ഈ ചോദിച്ച ചോദ്യം. അതുകൊണ്ട് തന്നെ താങ്കൾ എൻ്റെ ഈ ചോദ്യത്തിന് താങ്കൾ വ്യക്തമായ ഒരു മറുപടി പറയൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ഒരു ഉമ്മൻചാണ്ടിയുടെ തിരക്കഥയിൽ തയ്യാറാക്കിയെടുത്ത ഒരു നാടകമാണ് എന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വിവാദം ഉമ്മൻചാണ്ടി വെള്ളാപ്പള്ളി നാടകമാണെന്ന് പറഞ്ഞത്? ഞങ്ങളുടെ ഒരു ചോദ്യചിഹ്നമാണ്. ഇതിന്റെ ബെനിഫിഷ്യറി ആരാണ്? ഈ ഒരു സംവിധാനത്തിന്റെ ബെനിഫിഷ്യറി ആരാണ്? അൾട്ടിമേറ്റ് ആയി നോക്കുമ്പോൾ ഇതിന്റെ ബെനിഫിഷ്യറി ഉമ്മൻചാണ്ടിയാണ്.
കാരണം ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ 2-3 ദിവസങ്ങളായി മറിക്കപ്പെട്ടു. അപ്പോ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ആദ്യം ധരിച്ചു വെച്ചത് ഇത്. അത് മാത്രമല്ല, ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി എന്താ ഇപ്പൊ കത്തെഴുതിയത്? അദ്ദേഹത്തിന് ആദ്യം തന്നെ പറഞ്ഞൂടെ? അദ്ദേഹത്തോട് പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രൊട്ടസ്റ്റ് അറിയിക്കണ്ടേ? ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുക, ആ മുഖ്യമന്ത്രിയോട് പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുക. എന്തുകൊണ്ട് ഈ കത്ത് അന്ന് എഴുതിയില്ല? അത് മാത്രമല്ല, ഇത്തരം ഒരു മുഖ്യമന്ത്രി അപമാനിച്ച വ്യക്തിയോട് വളരെ വിനയത്തോടുകൂടിയാണ് ഷുക്കൂർ സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ബഹുമാന്യനായ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പം അങ്ങനെ സംസാരത്തിൽ പോലും ബഹുമാനം കാണിക്കുന്നത് അതിനകത്ത് ചില വരികൾക്കിടയിൽ ചില ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചു, ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതിനകത്ത് എന്തോ ചില ഒത്തുകളികളുണ്ട്. അത് വരും കാല ദിവസങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. ഷുക്കൂർ തന്നെ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ഇത് വെള്ളാപ്പള്ളിയാണ്. ഇതിൽ ഞാൻ പറയുന്നത് PMOയേക്കാൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി, ഇതിലെ കൾപ്രിറ്റ് വെള്ളാപ്പള്ളിയാണ്. എന്തുകൊണ്ട് വെള്ളാപ്പള്ളിക്കെതിരെ ഷാർപ്പായി പറയുന്നില്ല? വെള്ളാപ്പള്ളിയിലെ ക്ഷണിച്ചത് മുഖ്യമന്ത്രിയെ ഡിസംബർ 7 പോയി കണ്ട് ക്ഷണിക്കുന്നു. 7-ാം തീയതി പോയി കണ്ട് ക്ഷണിച്ചതിന് ശേഷം ഡിസംബർ 11-ന് 12-ാം തീയതി ബാബു മകനെ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പൊ പ്രൊട്ടസ്റ്റ് ആദ്യം രേഖപ്പെടുത്തുന്നത് വെള്ളാപ്പള്ളിക്ക് നേരെയല്ലേ? വെള്ളാപ്പള്ളി എങ്ങനെയാണ് പിന്നെ കോൺഗ്രസ് പറയേണ്ട ഉത്തരവുമുണ്ട്. ആർ ശങ്കർ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. നിങ്ങളുടെ നേതാക്കന്മാർ ഓരോന്നായി റാഞ്ചപ്പെടുകയാ. നിങ്ങളുടെ നേതാവാണ് സർദാർ പട്ടേൽ, BJP റാഞ്ചിക്കൊണ്ടു. പിന്നെ BJPയുടെ ഒരു ദയനീയത, അവർക്ക് ദേശീയ തലത്തിൽ നേതാക്കന്മാരില്ല എന്നുള്ളതാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നാഷണൽ ഫിഗേഴ്സ് അവർക്ക് ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ അവർ സർദാർ പട്ടേൽ റാഞ്ചി എടുത്തേക്കാം. ഇവിടെ ഇപ്പം റാഞ്ചി കേരളത്തിന്റെ ആർ ശങ്കർ എന്ന് പറയുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി റാഞ്ചി എടുത്തിരിക്കുന്നു. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി അത് RSS കൊണ്ടുപോയിരിക്കുകയാണ്. ഇങ്ങനെയെല്ലാം നടക്കുമ്പം വളരെ നിസ്സംഗതയോടുകൂടി ഒരു മ്യൂട്ട് സ്പെക്ടേറ്ററായി ഇന്ത്യയിലെ കോൺഗ്രസ് മാറി നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ടതുണ്ട്. കേരളം ഈ സംഭവങ്ങൾക്കകത്ത് ഇടപെടുന്നതിൽ ക്ഷമിക്കണം. ഇതൊന്നും ഉമ്മൻചാണ്ടിയുടെ തിരക്കഥയിൽ പിറന്ന ഒരു നാടകമാണ് ഇത് എന്നതിനുള്ള താങ്കളുടെ വിശദീകരണമായി എന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ എൻ ഷംസീർ. ഞാനിപ്പോഴും ഉറപ്പിച്ചു പറയാം, ഇവിടെ BJP കേരളത്തിലെ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുമ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ കണ്ടത് എവിടുന്ന? ഒരു സ്റ്റേറ്റിനകത്ത് പ്രൈം മിനിസ്റ്റർ ഇപ്പൊ അമിത്ഷാ വന്നാൽ അമിത്ഷാക്ക് വരാൻ പോകാം, RSSന്റെ പ്രചാരകന്മാർക്ക് വരാൻ പോകാം. പക്ഷെ ഒരു പ്രൈം മിനിസ്റ്റർ ആദ്യമായി ഒരു സ്റ്റേറ്റിനകത്ത് വിസിറ്റ് ചെയ്യുമ്പം ആ പ്രൈം മിനിസ്റ്റർ അവിടുത്തെ ക്യാബിനറ്റിനോടൊന്ന് ഇരുന്ന് സംസാരിക്കണ്ടേ? 5 മിനിറ്റ് സമയം കൊടുക്കുന്ന പറഞ്ഞത്. 22 മന്ത്രിമാരില്ലേ? കൈ കൊടുക്കുമ്പോൾ തന്നെ 15 മിനിറ്റ് ആവുമല്ലോ. അപ്പൊ ഇതിന് പോലും സമയം കണ്ടത്. BJP ഇതിനകത്ത് BJPക്ക് ചില അജണ്ടകൾ ഉണ്ടാവാം. ഇവിടെ ആർ ശങ്കറിന്റെ പ്രതിമാനാച്ഛാദനം RSS മേളയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ആദ്യം പറയുമ്പം പലതും നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ദീർഘവീക്ഷണത്തോടെ പലതും വിളിച്ചു പറഞ്ഞപ്പോ, പക്ഷെ പിന്നീട് കാലം തെളിയിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. സമകാലിക കേരളത്തിലെ ഓരോ സംഭവ വികാസങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ സോളാർ ഇഷ്യൂ ആവട്ടെ, മാണിയുടെ ഇഷ്യൂ ആവട്ടെ, ഈ ഇഷ്യൂസിനകത്തൊക്കെ ഞങ്ങൾ റേസ് ചെയ്തപ്പത്തിൽ അന്ന് ഈ പറയുന്ന മീഡിയ ചോദിച്ചത് ഈ സംഭവത്തിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കും. ഒരു സംശയവും വേണ്ട. ഈ സംഭവത്തിൽ വെള്ളാപ്പള്ളി നടേശനും ഉമ്മൻചാണ്ടിയും ചേർന്ന് നാടകം കളിക്കുകയായിരുന്നോ? ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നു? അത് വരും ദിവസങ്ങളിൽ തെളിയേണ്ട കാര്യമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ ഷുക്കൂർ. ശ്രീ ഷുക്കൂർ, ഇവിടെ ഈ കത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ചടങ്ങിലേക്ക് ക്ഷണിച്ച ശേഷം പിന്നീട് വരണ്ട എന്ന് പറഞ്ഞതിന് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഷുക്കൂർ, ഇവിടെ ഈ കത്തിൽ ഒരു സമുദായ നേതാവ് നടത്തുന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ ആരെയൊക്കെ ക്ഷണിക്കണമെന്ന് തീരുമാനിക്കാനും ആരൊക്കെ വരണ്ട എന്ന് തീരുമാനിക്കാനുമുള്ള അവകാശം അവർക്കുണ്ടെന്നും അത് താൻ അംഗീകരിക്കുന്നുവെന്നും ഉമ്മൻചാണ്ടി പറയുന്നുണ്ട് ഈ കത്തിൽ, പ്രധാനമന്ത്രിക്ക് അയച്ച ഈ കത്തിൽ. എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ആദ്യം ക്ഷണിക്കുകയും പിന്നീട് വരരുതേ എന്ന് പറഞ്ഞതിനെയും ഉമ്മൻചാണ്ടി വെള്ളാപ്പള്ളി ചെയ്തൊരു തെറ്റായി കാണുന്നുണ്ടോ? അതല്ല ഇതെല്ലാം വെള്ളാപ്പള്ളിയുടെ പോലും നിയന്ത്രണത്തിന് പുറത്തു നിന്ന് ഉണ്ടായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? ഒരു സംശയമില്ലല്ലോ ഗോപികൃഷ്ണ, ഇത് പുറത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസും BJPയുടെയും സംഘപരിവാറിന്റെയും ഇടപെടലല്ലേ? വളരെ വ്യക്തമല്ലേ? അല്ലല്ല ശ്രീ ഷുക്കൂർ, അങ്ങനെ പറയാൻ പറ്റില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസ് എങ്ങനെ ഇടപെട്ടു? പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയിട്ടുള്ള ഇല്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അയച്ച കത്തിനെ സംബന്ധിച്ച്
ഇന്ത്യൻ പാർലമെന്റിൽ ഒരു മന്ത്രി പറഞ്ഞത് എന്താണ്? അത് ഗോപികൃഷ്ണൻ തന്നെ പറഞ്ഞല്ലോ. അപ്പം ആ കള്ളം, പച്ചക്കള്ളം പാർലമെന്റിൽ പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ കത്തിന്റെ ഭാഗം രണ്ടാമത്തേതാണ്. അല്ലല്ല ശ്രീയേഷുക്കൂർ, ഒരു മിനിറ്റ്. ശ്രീയേഷുക്കൂർ, ആ കത്തിന്റെ ഭാഗം രണ്ടാമത്തേതാണ്. എന്റെ ചോദ്യം, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് മുഖ്യമന്ത്രി വരണ്ട എന്നൊരു തീരുമാനമെടുത്തു എന്ന് താങ്കൾക്ക് വസ്തുതകൾ നിരത്തി പറയാൻ കഴിയില്ല. കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസ് നോക്കുന്നത് ആ വേദിയിൽ പ്രോട്ടോകോൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് മാത്രമാണ്, ആ ക്ഷണിക്കപ്പെട്ടവരുടെ കാര്യത്തിൽ മാത്രമാണ്. അതല്ലാതെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് എടുത്തിട്ടില്ല ഈ വിഷയത്തിൽ. ഇതിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന ഏറെ കാര്യങ്ങളില്ലേ. ഒരു വർഷത്തിന് മുമ്പ് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി വന്ന് കണ്ട് കത്ത് കൊടുക്കുന്നു. ആ കത്ത് പ്രധാനമന്ത്രി ക്ഷണക്കത്തായിട്ട് അദ്ദേഹത്തിന്റെ ഡേറ്റ് വാങ്ങിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കത്തയക്കുന്നു. അതിനെ തുടർന്ന് മാസങ്ങൾ പോയി. ഒരു വർഷം കഴിഞ്ഞു. പ്രധാനമന്ത്രിയെ കാണാൻ വെള്ളാപ്പള്ളിയും സംഘവും പോകുന്നു. കുടുംബസമേതം തിരിച്ചു വരുന്നു. മുഖ്യമന്ത്രി അധ്യക്ഷനായുള്ള യോഗം നിശ്ചയിക്കുന്നു. പ്രതിമാനാച്ഛാദന കാര്യങ്ങൾ നടക്കുന്നു. പ്രോഗ്രാം നോട്ടീസുകൾ, ഇൻവിറ്റേഷൻ എല്ലാവർക്കും അയക്കുന്നു. പെട്ടെന്ന് ഒരു ദിനത്തിൽ ഇതിനെ എല്ലാം തകിടം പറയുന്നു. എവിടെ നിന്നുണ്ടാകുന്നു? ഷംസീർ പറഞ്ഞ എന്നാൽ അങ്ങനെയൊക്കെയാണെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അങ്ങനെയൊക്കെയാണെങ്കിൽ ഇത് കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്ന ഒരു നടപടിയായി അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ, ഇത് കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കലാണെങ്കിൽ എന്തുകൊണ്ട് അപ്പോൾ തന്നെ അദ്ദേഹം പ്രതിഷേധിച്ചില്ല? എന്തിന് പിന്നെ പ്രോട്ടോകോൾ ഓഫീസർ ഈ മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രം വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്നു, വരണ്ട എന്ന് പറയുന്നു, അതിന് പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി കീഴടങ്ങുന്നു? അല്ലല്ല, മുഖ്യമന്ത്രി പെട്ടെന്ന് 11, 12, 13 തീയതികളിൽ ഒരു മിനിറ്റ് പ്ലീസ് സാർ, ഒരു മിനിറ്റ്. 11, 12, 13 തീയതികളിൽ വെള്ളാപ്പള്ളി നടേശൻ ആദ്യം കെ ബാബു വഴി പിന്നീട് ഉമ്മൻചാണ്ടിയോട് നേരിട്ടും പറയുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കരുത്. ഇത് കേരളത്തിലെ ജനതയോട് കാണിക്കുന്ന അപമാനമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നുവെങ്കിൽ, ഇത് കേരള സംസ്ഥാനത്തോട് കാണിക്കുന്ന വിവേചനമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ആ പ്രതിഷേധം അപ്പോൾ രേഖപ്പെടുത്തിയില്ല? എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പ്രോട്ടോകോൾ ഓഫീസർ അദ്ദേഹം പങ്കെടുക്കുന്നില്ല ഈ ചടങ്ങുകളിൽ എന്ന് മാത്രം അറിയിച്ചുകൊണ്ടൊരു കത്ത് നൽകി? ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി എന്താ നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാർ പറയുന്നത് പോലെ പറയുന്ന ആളുമല്ല. അദ്ദേഹത്തിന്റെ ശൈലിയും അതല്ല. വളരെ മാന്യതയും മര്യാദയും കാണിക്കുന്ന നേതാവാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, പ്രധാനമന്ത്രിയുടെ പരിപാടി അലങ്കോലപ്പെടുത്താനില്ല. ഞാൻ അദ്ദേഹം ഡൽഹിയിൽ ചെന്നിട്ട് കാര്യങ്ങൾ പറയാം. അദ്ദേഹം ഏതായാലും ഡൽഹിയിൽ ചെന്നതിന് ശേഷമുള്ള അതുകൊണ്ടാണ് ശ്രീ എ ഷുക്കൂർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഈ സോളാർ വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ചില വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി അദ്ദേഹം ഇടയ്ക്ക് മൗനം പാലിച്ചുകൊണ്ട് പിന്നീട് ഈ സബ്ജക്റ്റിന് ആകെ പൊന്തിച്ചുകൊണ്ടുവന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഗെയിം നടത്തിയതാണ് എന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുന്ന ഒരു അവസരമുണ്ടായത്. ഈ പ്രതിപക്ഷം എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണല്ലോ. പ്രതിപക്ഷത്തിന്റെ താല്പര്യം ഞാൻ പറയട്ടെ, പ്രതിപക്ഷത്തെ പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഉമ്മൻചാണ്ടിയുടെ ഒരു ശൈലി പ്രത്യേകമാണ്. സംവിധാനത്തിന്റെ ഭാഗം ഇന്ന് താങ്കൾ തിരുവനന്തപുരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നടത്തിയ വാർത്താ സമ്മേളനത്തിൽ താങ്കൾക്കുണ്ടായിരുന്ന ആക്ഷേപം എന്താണ്? വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ സർക്കാർ ഒരു തരത്തിൽ അമാന്തം കാണിക്കുന്നു എന്ന പരാതി താങ്കൾക്ക് മാത്രമല്ല കോൺഗ്രസിലെ മറ്റു പലർക്കും ഉണ്ട് എന്നാണ്. വെള്ളാപ്പള്ളി നടേശനോട് ഒരു സോഫ്റ്റ് കോർണർ മുഖ്യമന്ത്രി കാണിക്കുന്നുണ്ട് എന്ന ആക്ഷേപത്തിന്റെ മറുഭാഷയാണ് താങ്കൾ പറഞ്ഞത്. ഒരു മിനിറ്റ് ദ വീക്ക് എന്ന വാരികയ്ക്ക് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഇക്കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പിഴവുകൾ ഉണ്ടായിട്ടില്ല, അദ്ദേഹം മറ്റാരുടെയോ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടുകയായിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വെള്ളാപ്പള്ളി നടേശനോട് ഒരു സോഫ്റ്റ് കോർണർ കാണിക്കുന്നതിനെയാണ് ഇത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള നാടകമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത്. താങ്കൾ അതിന് വിശദീകരണം നൽകണം ശ്രീ ഷുക്കൂർ. അതിനെ സോഫ്റ്റ് കോർണർ ആയിട്ടല്ല അതിനെ കാണേണ്ടത്. പ്രധാനമന്ത്രിയുടെ ഓഫീസും സംഘപരിവാറും BJPയും വെള്ളാപ്പള്ളിയും ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതെന്താ ഗോപികൃഷ്ണന് മനസ്സിലാകാത്തത്? അതിനെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, വെള്ളാപ്പള്ളിയുടെ പേരിൽ മാരാരിക്കുളത്തൊരു കേസുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അത് കഴിഞ്ഞ ഗവൺമെന്റ് ഇടതുമുന്നണിയും നടപടിയെടുത്തിട്ടില്ല. എന്താ കേസ്?
ഗവൺമെന്റ് ഉപയോഗിക്കുന്നതിന്, അതായത് പട്ടാളവും മിലിറ്ററിയും പോലീസും ഉപയോഗിക്കുന്നതിനേക്കാൾ ഫ്രീക്വൻസി കൂടിയ വയർലെസ് സെറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ദേശവിരുദ്ധ പ്രവർത്തനം. അന്ന് ഷംസീറിന്റെ പാർട്ടിയാണ് ഈ വെള്ളാപ്പള്ളിയെ പിന്തുണച്ചത്, അവിടെ ജയിപ്പിച്ചത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഞാൻ ശ്രീ വിജയൻ ഉണ്ണിയിലേക്ക് പോട്ടെ. ശ്രീ വിജയൻ ഉണ്ണി, താങ്കൾ ക്ഷമിക്കണം, രാഷ്ട്രീയ കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് മറ്റൊരു ചോദ്യവുമായി വരാൻ വൈകിയത്. ശ്രീ വിജയൻ ഉണ്ണി, സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഞാനൊരു മിനിറ്റ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ വിജയൻ ഉണ്ണി, സ്വാഭാവികമായും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രധാനമന്ത്രി ആദ്യമായി കേരളത്തിൽ പങ്കെടുക്കുന്ന ഒരു പൊതു ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. പിന്നീട് അദ്ദേഹത്തെ സംഘാടകർ വിളിച്ച് വരണ്ട എന്ന് പറയുന്നു. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സന്ദർശനം പൂർത്തിയാക്കി തിരിച്ചുപോയ ശേഷം കടുത്ത ഭാഷയിൽ ഒരു പ്രതിഷേധ കത്ത് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് അയക്കുന്നു. ഇതായിരുന്നു കേരള മുഖ്യമന്ത്രി അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെട്ട ഒരു ചടങ്ങിനോടുള്ള പ്രതിഷേധമായി ചെയ്യേണ്ടിയിരുന്ന നടപടികൾ? അതല്ല, നേരത്തെ തന്നെ ഈ പ്രശ്നത്തെ അതിന്റെ ഗൗരവത്തിൽ പ്രധാനമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നതായിരുന്നു മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത്? എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയോ അല്ലെങ്കിൽ ഈ ആഴ്ചയോ അത് ആ തരത്തിൽ പ്രകടിപ്പിച്ചേനെ എന്നുള്ളതാണ് കാര്യം. പക്ഷേ അങ്ങനെ പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ എല്ലാവരും എന്ത് പറഞ്ഞിരുന്നാലും തൻ്റെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകളായാലും രാഷ്ട്രീയ പ്രതിയോഗികളായാലും മറ്റു പാർട്ടികളിൽപ്പെട്ടവരായാലും എന്തെല്ലാം അഭിപ്രായങ്ങൾ പറഞ്ഞാലും മുഖ്യമന്ത്രി ഇതിലെ ഏറ്റവും അഫക്റ്റഡ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം തന്നെയാണ് ഇതിലെ ആത്യന്തികം. അപ്പോൾ അദ്ദേഹം തന്നെ ഇങ്ങനൊരു പരാതി പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ സന്ദർശനം സംസ്ഥാനത്തിലേക്ക്, അതിന് പ്രോട്ടോക്കോൾ എന്നൊക്കെ പറയുന്നത്, ഞാൻ മുമ്പ് സംസ്ഥാന പ്രോട്ടോക്കോൾ ഓഫീസറായിരുന്നതാണ്. ഇതിലൊന്നും ഒരു പ്രോട്ടോക്കോളും ഇല്ല. ഓരോ ചടങ്ങിൻ്റെയും പ്രാധാന്യവും അതിൻ്റെ റെലവൻസും അനുസരിച്ചാണ് ഓരോ ചടങ്ങിലെയും പങ്കെടുക്കുന്നവരുടെയും സംസാരിക്കുന്നവരുടെയൊക്കെ തീരുമാനമെടുക്കുക. അപ്പോൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സമയത്ത് ഇവിടെ ഇത്തവണ ആദ്യം വന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു പരിപാടിയാണ് എന്ന് മാത്രം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള പരിപാടിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഗവർണറോ മുഖ്യമന്ത്രിയോ ഉണ്ടാകും. പക്ഷേ ഇതിലിപ്പോൾ ആ തരത്തിലുള്ള ഒരു പരിപാടി അല്ലാത്തതുകൊണ്ടാണ് ഇതിലെനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഇതിൽ രാഷ്ട്രീയമാണ് സ്വാഭാവികമായിട്ട് ഇതിലെല്ലാം കടന്നു വരുന്നത്. ഓരോരുത്തരുടെയും രാഷ്ട്രീയ കാഴ്ചപ്പാടനുസരിച്ചുള്ള അഭിപ്രായങ്ങളും ഡിസ്റ്റോർഷൻസും ട്വിസ്റ്റിങ്ങും മറ്റു കാര്യങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെയാണ് വരിക. അതുകൊണ്ട് ഒരു സത്യം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് തോന്നുന്നു കുറച്ച് കാലം കൂടി കഴിയും, സത്യം പുറത്തു വരികയാണെങ്കിൽ തന്നെ. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് അറിയുക. ഇതിൽ എനിക്ക് തോന്നുന്നത് ഒരു പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ തോന്നുന്നത് ഇതിലൊരു കാവ്യനീതി നടന്നു എന്ന് മാത്രമാണ്. അതായത് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇവിടെ ഷിബു ബേബി ജോൺ എന്ന മന്ത്രി അവിടെ പോയി അദ്ദേഹത്തിനെ കാണാൻ പോലും പാടില്ല എന്നുള്ള ഒരു തരത്തിലായിരുന്നു അന്നത്തെ ഇവിടുത്തെ ഇവിടുത്തെ അന്നത്തെ അധികാരത്തിലുള്ളവരുടെ റിയാക്ഷൻ. അദ്ദേഹത്തിന് ഒരു പക്ഷേ മാപ്പ് പറയിച്ച് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെയുള്ള നരേന്ദ്രമോദിയെ ഇപ്പോൾ നരേന്ദ്രമോദിയെ അടുത്തിരിക്കാനും അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ പ്രസംഗിക്കാനുമുള്ള അവസരത്തിന് വേണ്ടിയിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. എന്താണ് വാസ്തവത്തിൽ അമേരിക്കൻ ഐക്യനാടുകൾ ഇത് തന്നെയാണ് ചെയ്തത്. പണ്ട് വിസ കൊടുക്കില്ല, നിങ്ങളിങ്ങോട്ട് ഈ രാജ്യത്തിലേക്ക് കടക്കണ്ട എന്ന് പറഞ്ഞ ആ രാജ്യം നരേന്ദ്രമോദിയെ ഒരു ഭരണാധികാരിയായിട്ട് സ്വീകരിച്ച് ആനയിച്ചുകൊണ്ട് ഏറ്റവും അങ്ങേയറ്റത്തെ ബഹുമാനമൊക്കെ കാണിച്ചുകൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലക്കുള്ള എല്ലാ ബഹുമതികളും കൊടുക്കുകയുണ്ടായി. അങ്ങനെ അവിടെ നടന്ന കാവ്യനീതി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലിപ്പോൾ നടന്നിരിക്കുന്നത്. മാത്രമേ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കുന്ന ഒരാളെന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം. പ്രതിമാ വിവാദം ആരുടെ ഒത്തുകളി? ഈ അതിഥികൾ എന്നോടൊപ്പം തുടരും വളരെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം. പ്രതിമാ വിവാദം ആരുടെ ഒത്തുകളി? കോൺഗ്രസിലെ എ ഷുക്കൂർ, CPM-ന്റെ AN ഷംസീർ, BJP-യുടെ B ഗോപാലകൃഷ്ണൻ എന്നിവർക്കൊപ്പം മുൻ ചീഫ് സെക്രട്ടറി M വിജയൻ ഉണ്ണിയും ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ B ഗോപാലകൃഷ്ണൻ, R ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രി മാറ്റി നിർത്തപ്പെട്ടതിന് പിന്നിൽ നിരവധി രാഷ്ട്രീയമായ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. അതിലൊന്നാണ് R ശങ്കറിനെ RSS ആക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളത്. മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന ചടങ്ങിൽ അദ്ദേഹം സ്വാഭാവികമായും KPCC അധ്യക്ഷൻ എന്ന നിലയിലും കോൺഗ്രസ് മുഖ്യമന്ത്രി നിലയിലുമുള്ള R ശങ്കറിനെ എടുത്ത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് രാഷ്ട്രീയമായി സഹിക്കാനാകില്ല എന്ന്. രണ്ട്, വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി ക്ഷണിക്കപ്പെടാതിരുന്നതും ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ സോണിയാഗാന്ധിയും യെച്ചൂരിയും എല്ലാം പങ്കെടുത്ത ചടങ്ങിലേക്ക് BJP നേതാക്കൾ ക്ഷണിക്കപ്പെടാതിരുന്നതിനോടുമുള്ള രാഷ്ട്രീയ പകപോക്കൽ കൂടിയായിരുന്നു മുഖ്യമന്ത്രിയെ അകറ്റി നിർത്താൻ വെള്ളാപ്പള്ളിയെ നിങ്ങൾ ഉപയോഗിച്ചത് എന്നുള്ളൊരു വ്യാഖ്യാനം. ഇത്തരം രാഷ്ട്രീയമായ വ്യാഖ്യാനങ്ങൾക്ക് താങ്കൾ എങ്ങനെ മറുപടി പറയും?
ഞാൻ ആ മറുപടി പറയുന്നതിന് ഗോപികൃഷ്ണൻ എന്നെ അനുവദിക്കണം, ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യരുത്. ഞാൻ ആദ്യം രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പോലും മുൻ ചീഫ് സെക്രട്ടറി മിസ്റ്റർ വിജയൻ ഉണ്ണി സത്യസന്ധമായ കാര്യങ്ങൾ ഈ ചാനലിൽ പറഞ്ഞതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുവാൻ ആദ്യമായി ഈ സമയം വിനിയോഗിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. കാരണം ഷംസീർ ഒന്ന് സന്തോഷമായിക്കോട്ടെ, അദ്ദേഹം പേര് പറയണം, കാക്കി ട്രൗസർ ഇട്ടവരുടെ പേര് പറയണം എന്ന് പറഞ്ഞു. ഞാൻ കാക്കി ട്രൗസർ ഇട്ട ഒരാളുടെ പേര് പറയാം. ഷംസീർ, അത് വേറെ ആരുമല്ല, നിങ്ങളുടെ പാർട്ടിയിലെ അഖിലേന്ത്യാ നേതാവ് എസ് രാമചന്ദ്രൻ പിള്ളയാണ്. അതിനെക്കുറിച്ച് ഇന്ന് ജന്മഭൂമിയിൽ വാർത്തയുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് താങ്കൾ ആ പത്രം വായിച്ചാൽ താങ്കൾക്ക് മനസ്സിലാവും. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. മിസ്റ്റർ ഗോപികൃഷ്ണൻ, ഈ വിവാദമുണ്ടായതിന്റെ അന്ന് ഞാനൊരു ചാനലിൽ ചർച്ചയിൽ ഉണ്ടായിരുന്നു. അത് മനോരമ ചാനലിലായിരുന്നു. ആ ചാനലിൽ വെച്ച് ഞാൻ കൃത്യമായിട്ട് ഒരു കാര്യം BJPയുടെ ഭാഗമായിട്ട് സൂചിപ്പിച്ചു. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലല്ല, മറിച്ച് ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ വിഴിഞ്ഞം പദ്ധതിയോ ശിവഗിരിയോ ഒന്നുമല്ല. അതിന്റെ കാരണം ഒരു സഹതാപം ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. ഒരു സഹതാപം ഉണ്ടാവണം. വല്ലാതെ മുഖ്യമന്ത്രി കെടുതിയിലായിരുന്നു. കാരണം ഞാൻ പറയേണ്ട സരിതയുടെ പ്രശ്നം, അതിനു മുമ്പ് ഉള്ള പല പ്രശ്നങ്ങൾ, ഈ പ്രശ്നത്തിൽപ്പെട്ട് കെടുതിയിലായിരുന്ന മുഖ്യമന്ത്രി ആ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഓപ്പർച്യൂണിറ്റി, വളരെ കൗശലക്കാരനാണ് നമ്മുടെ മുഖ്യമന്ത്രി, ഒരു ഓപ്പർച്യൂണിറ്റി വളരെ മനോഹരമായി അദ്ദേഹം സൃഷ്ടിച്ചു. അത് ഞാനത് പറഞ്ഞു. രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എന്റെ കാഴ്ചപ്പാട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രി ഉണ്ടാക്കിയ തിരക്കഥയാണ്. ഇത് ആദ്യം പറഞ്ഞത് BJP ആണ്. ആ സമയത്ത് അതിനെ എതിർത്തത് MP രാജേഷാണ്. ഷംസീർ വേണമെങ്കിൽ MP രാജേഷിനോട് ചോദിച്ചോളൂ. ഗോപാലകൃഷ്ണൻ നുണ പറയാണ്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് BJP എതിർക്കാൻ ശ്രമിച്ചവരാണ് MP രാജേഷും പാർട്ടിയും. ഇന്നിപ്പോ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു, എന്താണോ BJP ആദ്യ ദിവസം പറഞ്ഞത്, ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സഹതാപം ഉണ്ടാക്കുവാൻ, മുഖ്യമന്ത്രിയുടെ കെടുതിയിൽ നിന്ന് ആകെ മാനം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ഒരു സഹതാപം ഉണ്ടാക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ഞങ്ങൾ പറഞ്ഞു, അടിവരയിട്ട് പറഞ്ഞു. കാരണം ആ കാരണങ്ങൾ അന്ന് നിഷേധിച്ച CPM, അതേ CPM ആണ് ഇന്ന് BJP പറയുന്ന കാരണവുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഞാൻ ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നു, ഇതിനകത്ത് ശിവഗിരിയോ വിഴിഞ്ഞമോ ഒന്നുമല്ല ഗോപികൃഷ്ണ, ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറാക്കിയതാ. അതിൽ വെള്ളാപ്പള്ളിക്ക് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മുഖ്യമന്ത്രിയുടെ തിരക്കഥയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് കാലം കാത്തിരിക്കട്ടെ. പക്ഷെ നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചു, കത്തയക്കുമ്പോൾ ആ കത്ത് അവിടെ മന്ത്രി പാർലമെന്റിൽ തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ വീണ്ടും പറയുന്നു, അങ്ങനെ പാർലമെന്റിൽ ഒരു മന്ത്രി തെറ്റിദ്ധരിച്ചാൽ അത് വലിയ അപകടകരമാണ്. ചീഫ് സെക്രട്ടറിയോട് ചോദിക്കൂ. അങ്ങനെയാണെങ്കിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കുവാനുള്ള എല്ലാ താല്പര്യവും ഇവർ കാണിക്കണം. കോൺഗ്രസ് അത് കാണിച്ചിട്ടില്ല. ഇന്നുവരെ എന്താണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ടാക്കിയത് അവർ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറയുന്നത് വെള്ളാപ്പള്ളി ഈ കാര്യം വിളിച്ചു പറയുമെന്ന് കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ വെള്ളാപ്പള്ളി നല്ലയാളാ. പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടാക്കിയ തിരക്കഥ എന്ന് അദ്ദേഹം പറഞ്ഞ് വിശദീകരിച്ച കാര്യങ്ങളോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? അതിലും വെള്ളാപ്പള്ളി നടേശൻ ഭാഗവാക്കായിരുന്നു എന്ന് പറയാൻ ശ്രീ ഗോപാലകൃഷ്ണൻ തയ്യാറല്ല. ശ്രീ എൻ ഷംസീർ, ഇവിടെ അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മറുപടി പറയേണ്ടതുണ്ട്. ഒന്ന്, ഷുക്കൂർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ശൈലി, മാന്യത, അതധികം സംസാരിക്കണ്ട, അതെന്നെ കൊണ്ട് പറയിക്കണ്ട. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാം മുഖ്യമന്ത്രിയുടെ ശൈലിയും മുഖ്യമന്ത്രിയുടെ മാന്യത എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, വിജയൻ ഉണ്ണി സാർ പറഞ്ഞു, എന്താ ഇപ്പോ പ്രൈം മിനിസ്റ്ററുടെ നരേന്ദ്രമോദിയുടെ കൂടെ ഇരിക്കാൻ ആളുകൾ മത്സരിക്കുന്നു. നരേന്ദ്രമോദിയുടെ കൂടെ അല്ല, അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്നത് കൊണ്ട് ആ പ്രൈം മിനിസ്റ്ററുടെ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയെ ഒഴിവാക്കി എന്നുള്ള കഥ വന്നുകൊണ്ട് ആളുകൾ പറയുന്നതാ. നാളെ വിജയൻ ഉണ്ണി സാർ പ്രൈം മിനിസ്റ്റർ ആയാലും അമേരിക്ക ക്ഷണിക്കും. കാരണം ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആരാണോ ആ പ്രൈം മിനിസ്റ്ററെ പരിപാടിക്കകത്ത് ക്ഷണിക്കും. അത് നാളെ ഇദ്ദേഹമായാലും ക്ഷണിക്കും, ഒരു തർക്കവും വേണ്ട. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തോ SRPയെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല. നിങ്ങൾ പറഞ്ഞത് ആർ ശങ്കർ RSS ആണെന്നുള്ളതാണ്. ആർ ശങ്കർ RSS ആണെന്ന് പറയുമ്പം കോൺഗ്രസിനകത്ത് ഇപ്പോഴും കോൺഗ്രസിലും RSS നിൽക്കുന്നവരുണ്ടെന്ന് പറഞ്ഞോടെ ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള പേരിൽ വ്യക്തമാക്കണം. SRPയുടെ കാര്യം നിങ്ങൾ പരാമർശിച്ചു. ഏതോ ഒരു യൗവനത്തിലോ മറ്റോ വിദ്യാർത്ഥി രംഗത്തോ മറ്റോ ഉണ്ടോ ഉള്ളതെന്ന് എനിക്കറിയില്ല. അതിപ്പോ നിങ്ങൾ പറഞ്ഞ വിവരം മാത്രമേ എനിക്കുള്ളൂ. അതോടൊപ്പം ഇവിടെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. ഇതിനകത്ത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇവിടെ ഞങ്ങൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്ത് മാധ്യമങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താ ബോധ്യപ്പെട്ട കാര്യം? ഇവിടെ പരാമർശിപ്പിക്കപ്പെട്ടതുപോലെ സോളാർ ഇഷ്യൂ ആവട്ടെ, അതുപോലെ KM മാണിയുടെ ഇഷ്യൂ ആവട്ടെ, ഇടതുപക്ഷം പറഞ്ഞതാണ് ശരി എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനകത്തും
വെള്ളാപ്പള്ളിയും ഉമ്മൻചാണ്ടിയും തമ്മിൽ വല്ല തരത്തിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടോ? അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട് എന്ന് ജനം വിശ്വസിച്ചാൽ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. ഇതിന്റെ റിയൽ ബെനിഫിഷ്യറി ആരാ? ഇതിന്റെ റിയൽ ബെനിഫിഷ്യറി ഉമ്മൻചാണ്ടിയാണ്. അതുപോലെ അച്ഛൻ ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന ആഗ്രഹം ആർക്കുണ്ട്? BJP-ക്കുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല. കാരണം ഈ ആർ ശങ്കറിന്റെ വേദിയിൽ വെച്ച് BJP മറ്റു കോൺഗ്രസിനെയും മറ്റും അറ്റാക്ക് ചെയ്യുമ്പം ആ വേദിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഉണ്ടാകാൻ പാടില്ല എന്നൊരു പക്ഷേ BJP-യുടെ പ്രൈം മിനിസ്റ്റർക്ക് ആഗ്രഹം ഉണ്ടായേക്കാം. പിന്നെ അദ്ദേഹം ഇവിടെ വന്നത് വെറും PM ആയിട്ടല്ല, മറിച്ചൊരു പ്രചാരകനായിട്ടാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയുടെ പ്രസംഗമല്ല അദ്ദേഹം നടത്തിയത്, മറിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം RSSന്റെ പ്രചാരകനെ പോലെയാണ്. അത് മാത്രമല്ല, ഇവിടെ RSS ആണ് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ രീതിയിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്ന പ്രസംഗമല്ല കേരളത്തിലുണ്ടായത്. അതോടൊപ്പം നമ്മൾ കാണണം, ഈ സംസ്ഥാനത്തേക്ക് ഒരു പ്രൈം മിനിസ്റ്റർ ആദ്യമായി വിസിറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും കാണേണ്ടതായിരുന്നു. അതിന് കൊടുത്തിരിക്കുന്ന ടെക്നിക്കൽ സൈഡിലാണ് അനുവാദം. എയർപോർട്ട് ടെക്നിക്കൽ സൈഡിൽ വെച്ച് നമുക്ക് കാര്യം പറയാം. ഇത് രോഗ്യം പറച്ചലല്ല, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ചർച്ചയാണ്. അതിനാവശ്യമായ സമയം അദ്ദേഹം കണ്ടെത്താനായിരുന്നു. പകരം അദ്ദേഹം പല മറ്റു പരിപാടികൾക്കും സമയം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കേരള സർക്കാരിനെയും കൂടുതൽ സമയം താങ്കൾക്ക് തരാൻ കഴിയില്ല. താങ്കൾക്കറിയാമല്ലോ ഈ ചർച്ചയുടെ സമയം. ശ്രീയൻ താങ്കൾക്കറിയാമല്ലോ ഈ ചർച്ച പരിമിതമായ ഒരു സമയത്തിന് മാത്രം അനുവദിക്കപ്പെട്ടതാണ്. എങ്കിൽ എനിക്ക് കൂടുതൽ സമയം താങ്കൾക്ക് തരാൻ കഴിയില്ല. എങ്കിലും ഒരു കാര്യത്തിൽ താങ്കൾ പറയൂ. P.K. ഗുരുദാസൻ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. നിങ്ങൾ ആദ്യം തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തി. കേരളം അപമാനിക്കപ്പെട്ടിരിക്കുന്നു, കേരള ജനത അവഹേളിക്കപ്പെട്ടിരിക്കുന്നു, മുഖ്യമന്ത്രി ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ കേരളത്തിൽ ആദ്യത്തെ പൊതുപരിപാടിയിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ട് വരണ്ട എന്ന് പറഞ്ഞ കാര്യത്തിൽ CPM ഒരു നിലപാടെടുത്തു. അത് തെറ്റായി പോയിരുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഒരു RSS മേളയാക്കി ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദനത്തെ മാറ്റിയ ഘട്ടത്തിലാണ് P.K. ഗുരുദാസൻ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. അത് മാത്രമല്ല, അതിനൊരു കമ്മ്യൂണൽ കളർ കൊടുക്കുകയാണ്. ഇവിടെ A. അസീസ് എന്ന് പറയുന്ന ആ സ്ഥലം MLA ഒഴിവാക്കുന്നു. എന്തുകൊണ്ടാണ്? അതറിയണമല്ലോ. SNDP-യുടെയും RSS-ന്റെയും അജണ്ട വളരെ ക്ലിയർ ആയി ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ സൈഡ് ലൈൻ ചെയ്യുക എന്നുള്ള അജണ്ടയുമായി RSS ശങ്കറിലൂടെ ഇടപെട്ടപ്പോഴാണ് P.K. ഗുരുദാസൻ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഒരു വിഭാഗത്തെ മാത്രം ക്ഷണിക്കുക, ഇവിടെ A. അസീസിനെ ഒഴിവാക്കുക, പ്രേമചന്ദ്രനെ ക്ഷണിക്കുക. ഈ ഘട്ടത്തിലാണ് കേരളത്തിലെ CPI-യും LDF-ഉം പറഞ്ഞത് P.K. ഗുരുദാസൻ പങ്കെടുക്കുന്നില്ല എന്നുള്ളത്. വളരെ ക്ലിയർ ആയ ഒരു അജണ്ട RSS-നുണ്ട്. RSS വളരെ ക്ലിയർ ആയി വളരെ കമ്മ്യൂണലിസം, വളരെ എക്സ്ട്രീമായ കമ്മ്യൂണലിസവുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. ശ്രീ A. ശുക്കൂർ, താങ്കൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള കേസുകളുടെ കാര്യത്തിൽ വേണ്ടത്ര ഊർജ്ജസ്വല കാണിക്കുന്നില്ല എന്ന പരാതി കോൺഗ്രസിനകത്തുണ്ട് എന്ന് താങ്കൾ ഉന്നയിച്ച ആക്ഷേപത്തിന്റെ പിൻബലത്തിലാണ് ഞാൻ പറയുന്നത്. വെള്ളാപ്പള്ളി നടേശനോട് ഒരു സോഫ്റ്റ് കോർണർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കാണിക്കുന്നില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ വാരികയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഈ പർട്ടിക്കുലർ ഇഷ്യൂവിൽ കുറ്റക്കാരനല്ല എന്നാണ്. അദ്ദേഹം വളരെ ഖേദത്തോടു കൂടിയാണ് എന്നോട് ഈ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് പറയുന്നത്. വളരെ വേദനയോടുകൂടി അദ്ദേഹം പറഞ്ഞു എന്നാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനല്ല, അദ്ദേഹത്തിന് പിന്നിൽ മറ്റാരൊക്കെയോ സമ്മർദ്ദം ചെലുത്തി ഇങ്ങനെ നിർബന്ധിച്ച് ഈ തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുകയായിരുന്നു. എന്തിനാണ് ഇത്രയധികം അപമാനിക്കപ്പെടുന്ന ഒരു നടപടി ഉണ്ടായിട്ടും വെള്ളാപ്പള്ളി നടേശനോട് മുഖ്യമന്ത്രി ഈ തരത്തിൽ സൗമനസ്യം കാണിക്കുന്നത്, മൃദു സമീപനം പുലർത്തുന്നത്? ശ്രീ A. ശുക്കൂർ, താങ്കൾ കേൾക്കുന്നുണ്ടോ? ശ്രീ A. ശുക്കൂർ, നിർഭാഗ്യവശാൽ സാങ്കേതിക തടസ്സം കാരണം എനിക്ക് ശ്രീ A. ശുക്കൂറിലേക്ക് പോകാൻ കഴിയുന്നില്ല. ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾക്ക് മറുപടി പറയാം. അല്ല മിസ്റ്റർ ഗോപികൃഷ്ണൻ, നിങ്ങൾ എത്ര നിർബന്ധിച്ചു പറഞ്ഞാലും ഷംസീർ നിങ്ങൾ ഉദ്ദേശിച്ച ഉത്തരം പറയില്ല. കാരണം എന്ന് വെച്ചാൽ വളരെ കൃത്യമാണ്. ഈ ഉമ്മൻചാണ്ടിയും CPM-ഉം തമ്മിൽ 32 സ്ഥലത്ത്, എന്റെ കണക്ക് ശരിയാണെങ്കിൽ 32 സ്ഥലത്ത് അവിഹിത ബന്ധം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. അതുകൊണ്ട് നിങ്ങൾ ഷംസീറിന്റെ വായിൽ നിന്ന് ഒരു ഉമ്മൻചാണ്ടി വിരുദ്ധത പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടില്ല. ഗോപാലകൃഷ്ണൻ, ഞാനൊരു കാര്യം താങ്കളോട് ചോദിക്കട്ടെ. ഇവിടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ക്ഷണിച്ചു, അദ്ദേഹം വരണ്ട എന്ന് പറഞ്ഞു. ഇതൊക്കെ ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്ന ആളുകളുടെ അവകാശവും അധികാരവുമാണ് എന്ന് പറഞ്ഞാണല്ലോ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ നിന്ന് തല ഊരിയത്. പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു ചടങ്ങിൽ ശ്രീ B. ഗോപാലകൃഷ്ണൻ ഒരു മലയാളി എന്ന നിലയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത കേരളത്തിലെ ആദ്യത്തെ പൊതുചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒഴിവാക്കപ്പെട്ടത് ശരിയായില്ല, അത്
പ്രതിഷേധിക്കേണ്ട അല്ലെങ്കിൽ അത് അനുവദിക്കപ്പെടേണ്ടതല്ലാത്തൊരു കാര്യമാണ് എന്നൊരു നിലപാട് നിങ്ങൾക്കുണ്ടോ അതോ ഇല്ലയോ? ഞാൻ ഗോപികൃഷ്ണ ഒരു കാര്യം പറയട്ടെ. നേരത്തെ ഷംസീർ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്ത് പറയാണ്, ഇതിനു മുമ്പ് പ്രധാനമന്ത്രിമാർ വന്നിട്ടുണ്ടായിരുന്നു ഗോപികൃഷ്ണ. കുടുംബശ്രീയുടെ ഉദ്ഘാടനത്തിന് വന്നിരുന്നു. അടൽ ബിഹാരി വാജ്പേയി നായനാരായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഒരു കലാപവുമില്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ ബഹിഷ്കരിച്ചില്ലേ? അദ്ദേഹത്തെ ബഹിഷ്കരിച്ചു. വേണ്ട, മുഖ്യമന്ത്രിയായിട്ട് ബഹുമാനപ്പെട്ട ഇന്നത്തെ പ്രധാനമന്ത്രി ഈ കേരളത്തിൽ വന്നില്ലേ? അന്ന് ശിവഗിരി തീർത്ഥാടനത്തിന് വന്ന സമയത്ത് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തെ ബഹിഷ്കരിച്ചില്ലേ ഇവിടുത്തെ ഗവൺമെന്റ്? അച്യുതാനന്ദനെ ബഹിഷ്കരിച്ചില്ലേ പ്രധാനമന്ത്രിയെ? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? വേണ്ട, കായൽ സമ്മേളനത്തിന്റെ വാർഷിക സമ്മേളനം നടത്തിയപ്പോ എന്ത് തെറ്റാണ് ഒരു സമ്മേളനം, അധികൃത വിഭാഗത്തിന്റെ സമ്മേളനം നടത്തിയപ്പോ ഈ ഷുക്കൂറിന്റെ പാർട്ടിയായിരുന്നു മേയർ. ആ മേയർ ഒരു മുഖ്യമന്ത്രിയെ അവഹേളിച്ചില്ലേ? എനിക്ക് കാര്യം മനസ്സിലായി ശ്രീ ഗോപാലകൃഷ്ണൻ. താങ്കൾക്ക് ഈ കാര്യത്തിൽ ഖേദമില്ല എന്നാണല്ലോ താങ്കൾ ഈ പറയാൻ ശ്രമിക്കുന്നത്. ഞാനത് മനസ്സിലാക്കുന്നു. ശ്രീ എ ഷുക്കൂർ, നേരത്തെ നിർഭാഗ്യവശാൽ ഖേദമില്ല എന്നല്ല ഞാൻ പറയട്ടെ. പറയൂ. ഞാൻ പറഞ്ഞോട്ടെ, ഖേദമില്ല എന്നല്ല. ഇവിടുത്തെ മുഖ്യമന്ത്രി ഗോപികൃഷ്ണ ഒറ്റ കാര്യം, ഈ തമിഴ്നാട്ടിലാണെങ്കിൽ, ആന്ധ്രയിലാണെങ്കിൽ, കർണാടകയിലാണെങ്കിൽ എവിടെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചിട്ട് ആ മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയിട്ട് ഒരു പരിപാടി നടക്കുമോ? നടക്കില്ല. ഇവിടെ നടക്കാൻ കാരണം എന്താ? ഒന്നുകിൽ മുഖ്യമന്ത്രി ഭീരുവാണ്, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയാണ്. യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശനാണ്. അതിന് ഭാരത് ജനസേവ എന്റെ ഗോപികൃഷ്ണ ഇതൊക്കെ രാഷ്ട്രീയമാണ്. വളരെ കൃത്യമായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയമാണത്. നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ്. താങ്കൾക്ക് ഖേദമുണ്ടോ മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിൽ? ഉണ്ടോ ഇല്ലയോ? അല്ല, മുഖ്യമന്ത്രി എല്ലാ ചടങ്ങിലും പങ്കെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചാലും ശ്രീ എ ഷുക്കൂർ, നേരത്തെ ചില സാങ്കേതിക പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് താങ്കളോട് നേരത്തെ ചോദിച്ച ചോദ്യം താങ്കൾ കേട്ട് കാണില്ല. ശ്രീ എ ഷുക്കൂർ, താങ്കൾ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശനെ സമത്വ മുന്നേറ്റ യാത്രയുടെ ഭാഗമായി അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കേസെടുക്കുന്നതിൽ ഒരു ആർജവം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു മെല്ലെപ്പോക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന ആക്ഷേപം കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്, ചിലർക്കുണ്ട് എന്ന് താങ്കൾ പറഞ്ഞല്ലോ. അതിന്റെ പിൻബലത്തിലാണ് ഞാൻ ചോദിക്കുന്നത്, വെള്ളാപ്പള്ളി നടേശനോട് ഒരു സോഫ്റ്റ് അപ്രോച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കുണ്ടോ? ഒരു ദേശീയ വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊന്നും വെള്ളാപ്പള്ളി നടേശൻ കാരണക്കാരനല്ല, വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ താങ്കൾ പങ്കെടുക്കരുതേ എന്ന് എന്നോട് അഭ്യർത്ഥിച്ചത് എന്ന് ഉമ്മൻചാണ്ടി പറയുമ്പോൾ എന്തിനാണ് വെള്ളാപ്പള്ളി നടേശനോട് ശ്രീ ഉമ്മൻചാണ്ടി ഇത്രയധികം സൗമനസ്യം കാണിക്കുന്നത്? സ്വാഭാവികമായും CPM വെള്ളാപ്പള്ളിക്കും ഉമ്മൻചാണ്ടിക്കും ചേർന്നൊരുക്കിയ ഒരു നാടകമാണ് ഈ പറഞ്ഞതൊക്കെ എന്നൊരു ആക്ഷേപം കൂടി അന്തരീക്ഷത്തിൽ നിലനിൽക്കുമ്പോൾ ഈ തരത്തിലുള്ളൊരു സൗമനസ്യം സംശയം ഉണ്ടാക്കുന്നതല്ലേ? ഒരു സൗമനസ്യവും അല്ല. വെള്ളാപ്പള്ളി നടേശനെ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, വളരെ ഗൗരവത്തിൽ കാണേണ്ടത്. ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായുള്ള ഒരു രാജ്യത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉപയോഗിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, BJP, സംഘപരിവാർ, ഇത് ഏത് രാജ്യത്തുണ്ടാവും? ഇങ്ങനെ പോകാമോ? അപ്പോ ഉപയോഗിച്ചിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു വർഷം മുമ്പ് കത്ത് കൊടുക്കുക, അതിന് തുടർ നടപടിയിലേക്ക് പോകുക, അതിന് വേണ്ടി ഇൻവിറ്റേഷൻ അടിക്കുക, അതിന് കല്ല് കൊത്തുക, ഇതെല്ലാം കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തകിടം പറയുകയാണ്. ഈ വൃത്തികെട്ട ഈ ഏർപ്പാടുണ്ടല്ലോ, SNDP യോഗം എന്താ? അത് കഴിഞ്ഞിട്ട് തെറി വിളിച്ചത് യോഗത്തിന് ഇങ്ങനെ എടുത്ത് ഇത്തരത്തിലുള്ള ഒരു ജാതി സ്പർദ്ധയുടെ ഭാഗമാക്കി, സാമുദായിക കലാപത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ BJP സമയപരിമിതി കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ശ്രീ വിജയൻ ഉണ്ണിയുടെ അടുത്തേക്ക് കൂടി എനിക്ക് പോകണം. ശ്രീ M. വിജയൻ ഉണ്ണി, ഈ മുഴുവൻ സംഭവങ്ങളെയും, ഈ വിഷയത്തെ നമ്മൾ സമീപിച്ച രീതിയിൽ എന്തെങ്കിലും അപാകത താങ്കൾ കാണുന്നുണ്ടോ? അങ്ങനെ ഒരു അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ വിഷയത്തെ ഈ സർക്കാർ കൈകാര്യം ചെയ്ത രീതിയാണോ, ഇവിടുത്തെ പ്രതിപക്ഷം ഇതിനെ സമീപിച്ച രീതിയാണോ, ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത് കൈകാര്യം ചെയ്ത രീതിയിലാണോ താങ്കൾ അപാകത കാണുന്നത്? ആദ്യമേ തന്നെ ഒരു കാര്യം ഞാൻ വിശദീകരിച്ചോട്ടെ. ഈ സംശയം ഒരു അഭിപ്രായം പറയേണ്ട അതിനിടയ്ക്ക് വെച്ച് അത് അജ്ഞതയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണെന്നുള്ളത് കൊണ്ട് അതിനെ ക്ലാരിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു.
അമേരിക്കയിലേക്ക് പിന്നെ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് ഏതായിരുന്നാലും പിന്നെ ക്ഷണിക്കുമായിരുന്നു, സ്വീകരിക്കുമായിരുന്നു എന്നാണ് ശംസീർ പറഞ്ഞു വരുന്നത്. പക്ഷേ അമേരിക്കയിൽ തന്നെ മുമ്പ് എത്രയോ പിന്നെ രാഷ്ട്രതലവന്മാർ അമേരിക്ക സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ലിബിയയുടെ പ്രസിഡന്റ് മുഹമ്മദ് ഗഡാഫിയെ അമേരിക്ക സ്വീകരിക്കില്ലായിരുന്നു. നോർത്ത് കൊറിയയുടെ പ്രസിഡന്റിനെ അമേരിക്ക സ്വീകരിച്ച് അനയിക്കില്ലായിരുന്നു. അതുപോലെ എത്രയോ അധികം രാഷ്ട്രതലവന്മാർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടെന്നും വെക്കാം. പക്ഷേ ഇവിടെ യാതൊരു കാരണങ്ങളും അടിസ്ഥാനങ്ങളും ഇല്ലാതെ തന്നെ പെട്ടെന്ന് അവർ അഭിപ്രായം മാറിയിട്ട് ഇന്ത്യ പ്രധാനമന്ത്രിയെ പൂർണ്ണ മനസ്സോടുകൂടി, തുറന്ന മനസ്സോടുകൂടിയിട്ട് രണ്ട് കൈ നീട്ടി സ്വാഗതം ചെയ്യുകയും എല്ലാ ആദരവും കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. ഇത് ഉൾപ്പെടെ എല്ലാ അതിഥികളെയും എന്നോട് ക്ഷമിക്കണം, ദയവായി ക്ഷമിക്കണം. കാരണം സമയം വല്ലാതെ അതിക്രമിച്ചു പോയി, അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി എൻ്റെ അതിഥികൾക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നിങ്ങൾ എത്തിയതിന്. ശ്രീ എം വിജയനുണി, ശ്രീ എ ഷുക്കൂർ, ശ്രീ എൻ ഷംസീർ, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി. ഇവിടെ ഈ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.